അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ കൂട്ടുകാരാണെങ്കിൽ പോട്ടെ, ഇത് വാസന്തിയുടെ കൂട്ടുകാരും ഭർത്താവുമാണ്. അവരെ വേണ്ടവരെ സൽക്കരിച്ചില്ലെങ്കിൽ ആർക്കാ അതിന്റെ അവമാനം? ഇറച്ചിയും മീനും ഒക്കെ ഇന്നലെ തന്നെ വാങ്ങി വെച്ചതാണ്. അതെല്ലാം ഫ്രിഡ്ജിനകത്ത് അതുപോലെ തന്നെ ഇരിക്കുന്നു. മോളെ, ഞാനതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതിനിടയിലാണ് എനിക്ക് ശ്വാസം മുട്ടൽ വന്നത്. അമ്മയ്ക്ക് ആസ്മയുടെ അസുഖം ഉണ്ടെന്ന് മോക്കും അറിയാവുന്നതല്ലേ. പിന്നെ പെട്ടെന്നുണ്ടാക്കാവുന്നതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് കിടന്നു. ഇല്ലെങ്കിൽ അടുക്കളയിൽ വീണു പോവായിരുന്നു. എന്റെ കൂട്ടുകാരെയും ഭർത്താവിനെയും ക്ഷണിക്കാൻ പോകുന്നു പറഞ്ഞപ്പോഴേ എതിര് പറഞ്ഞതാ. പറഞ്ഞോ അമ്മ, പറഞ്ഞോ? കൈമാറ്റടാ. ഞാൻ എതിര് പറഞ്ഞൊന്നുമല്ല. വീട്ടുജോലിക്ക് ആളില്ലാത്തപ്പോ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് പറഞ്ഞതാ. വീട്ടുജോലിക്കാരി ആരാ പറഞ്ഞു വിട്ടത്? വാസന്തിയാണോ? അവിടെ തന്നെയാ പറഞ്ഞു വിട്ടത്. അച്ഛൻ എന്ത് കഴിച്ചു? വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതിന് നിങ്ങളോടൊക്കെ എന്താ പറയേണ്ടത്? വാസന്തിയുടെ അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ നിൽക്കാൻ ജോലിക്കാരികളെ കിട്ടില്ല. അമ്മ വെറുതെ അനാവശ്യം പറയരുത്. വാസന്തിയെ വളർത്തി പഠിപ്പിച്ച് അവളെ എനിക്ക് വിവാഹം കഴിച്ചെന്ന് വാസന്തിയുടെ അച്ഛനെ കുറിച്ചാണ് അമ്മ ഇത് പറയുന്നത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ വേണ്ടാതിന് കാണിച്ചാൽ പറയാതിരിക്കാൻ ഒക്കുവോ? ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനും സഹോദരനും ഇവിടെ താമസിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ കാര്യം. എനിക്കും ഇഷ്ടമല്ലേ വാസന്തി? ആർക്കും എന്ന് പറഞ്ഞതേ എന്നെ ഉദ്ദേശിച്ചാ. നീ വിഷമിക്കണ്ട. വെറുതെ എന്റെ അച്ഛനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. ഭാര്യമാർക്ക് എപ്പോഴും അവരുടെ വീട്ടുകാരെല്ലാം നല്ലവരും ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം കൊള്ളരുതാത്തവരുമാണ്. പണ്ടേ അങ്ങനെയാ. അതുകൊണ്ട് ഞാനിനിയൊന്നും പറയുന്നില്ല. എന്തിനാ ഇനിയും പറയുന്നത്? പറഞ്ഞിടത്തോളം ഭംഗിയായി, വളരെ ഭംഗിയായി. ഞാൻ എപ്പോ ഇവിടെ വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ. ഇന്നെന്താ പ്രശ്നം? ഓ, ഒരു പ്രശ്നവും ഇല്ല. കന്യാകുമാരി പോകുന്ന കാര്യം എന്തായി? അതിനുവേണ്ടി ചേച്ചിയെ വിളിക്കാനല്ലേ ഞാൻ വന്നത്. കന്യാകുമാരില്ലോ? ആര് പോകുന്നു? ഞാനും എന്റെ ഇളയ മകനും അവന്റെ ഭാര്യയും ഈ ഇരിക്കുന്ന ചേച്ചിയും കൂടി പോകുന്നു. അമ്മ എന്തിനാ പോകുന്നത്? എന്തിനാണെന്നോ? ഇനിയും നിന്റെ അച്ഛന്റെ ചിതാഭസ്മം കാത്തു വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിപ്പോ ചിതാഭസ്മം കന്യാകുമാരിലെ കടലിൽ തന്നെ കൊണ്ടുവന്നിടണമെന്നുണ്ടോ? ഇവിടെയും കടലില്ലേ? അത് ശരിയാ ചേച്ചി, വെറും ഭസ്മല്ലേ, ആളല്ലല്ലോ. എന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം ഉണ്ടടി. എന്ന് വെച്ചാ ഇവന്റെ തന്തയുടെ. അത് അവനും കൂടി തോന്നണ്ടേ? ആർക്ക് തോന്നിയാലും ഇല്ലെങ്കിലും കന്യാകുമാരി കൊണ്ടുപോയി സമർപ്പിക്കണം എന്നുള്ളത് എന്റെ പ്രാർത്ഥനയാ. ഓ, അതിലൊന്നും ഒരർത്ഥമില്ല. ദേ, അതാണ് അതിന്റെ ശരി. അവളോട് പടി, റിസപ്ഷനിസ്റ്റിനോട് പടി. അങ്ങോട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് ഞാനും ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയോടെ കന്യാകുമാരിക്ക് പോയാ ഇവിടെ പിന്നാരാ? ഇവിടെ നീയും നിന്റെ ഭാര്യയും വേറെ ചിലരും ഒക്കെ ഇല്ലേ? എന്ന് പറഞ്ഞ വാസന്തിക്ക് ജോലിക്ക് പോകണ്ടേ? ലീവ് എടുക്കണേ. എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ലീവ് തരില്ല. തരില്ലെങ്കിൽ എടുക്കണ്ട. പക്ഷേ ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ടുപോകും. കൊണ്ടുപോകണമെന്ന് ചെറിയമ്മയ്ക്ക് ഇത്ര വാശി എന്താ? ഇവിടെ ആണെങ്കിൽ വീട്ടുജോലിക്കാരി പോലും ഇല്ല. അപ്പൊ നീ എന്റെ ചേച്ചിയുടെ വീട്ടു ജോലിക്ക് നിർത്തിയിരിക്കാണ് അല്ലേടാ എരപ്പാളി? ദേ, എരപ്പാളി എന്നൊക്കെ സ്വന്തം മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. എനിക്ക് മക്കളുണ്ടടി, പക്ഷെ ഇതുവരെ അവരങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എരപ്പാളിത്തരം അവർ കാണിക്കില്ല, പറയേയില്ല. വാസന്തി ഒന്നും പറയണ്ട, ചെറിയമ്മയ്ക്ക് ഭർത്താവൻ പറയാൻ അറിഞ്ഞൂടാ. എടാ മോനെ, നിന്റെ പേരെന്തോന്നാ? എന്റെ പേര് ചെറിയമ്മയ്ക്ക് അറിയില്ലേ? സേതുമാധവൻ. അല്ലടാ, നിന്റെ പേര് നിനക്കറിയില്ല. പെൺകോന്നലെന്നാ നിന്റെ പേര്. ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്താണോ? എടി പെണ്ണേ, ഞാനും ചേച്ചിയും ഒരു വയറ്റ് ജനിച്ചവരാണെങ്കിലും എന്റെ സ്വഭാവം ഇച്ചിരി പെശക. ചേച്ചിയോട് പറയുന്നത് പോലെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. ആയിരിക്കട്ടെ, അമ്മ ചെറിയമ്മയോട് ഒന്നിച്ച് പോവുമോ? ഈ കാര്യത്തിനായതുകൊണ്ട് പോകാതെ നിവൃത്തിയില്ല. പക്ഷെ യാത്ര ചെലവ് തരാൻ എന്റെ ഇപ്പൊ രൂപയൊന്നുമില്ല. അയ്യോടാ കൊച്ചുമാധവാ, എന്റെ മക്കളെ എഞ്ചിനീയർമാരൊന്നും അല്ലെങ്കിലും അവര് ജോലി ചെയ്ത കാശ് എന്റെ കയ്യിലുണ്ട്. എന്റെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും. അവന്റെ ഒരു എഞ്ചിനീയർ. എടാ, സ്വന്തം അമ്മയുടെ മനസ്സിന്റെ മാർദ്ദം എന്നൊന്നും അറിയാത്ത നീ എങ്ങനെയാണ് ഈ കല്ലിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ കടുപ്പം അറിയുന്നത്? ഏത് കോമ്പനാണ് എനിക്ക് ജോലി ചെയ്യുന്നത്? ആ ചേച്ചി പോകാനൊരുങ്ങ്. ഒരു കാര്യം, ഇന്നത്തെ ചുറ്റുപാടിൽ ഇവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അതെ, ഞങ്ങൾ ഇവിടെ എങ്ങനെയും കഴിഞ്ഞോളാം, തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. അയ്യോ എന്റെ ചേച്ചി, ചേച്ചിയുടെ ഈ കൈ എന്തിനാ? വയറ്റിലിട്ടൊന്ന് നടക്കുകയും പ്രസവിച്ച് വളർത്തുകയും ചെയ്താൽ മാത്രം പോരാ. കൊരണക്കുറ്റിക്ക് അടിക്കേണ്ട സമയത്ത് ചൂടോടെ അടിച്ചിരിക്കണം. ഇല്ലടാ, വീട്ടു ജോലിക്ക് വേണ്ടി ഇനി എന്റെ ചേച്ചി ഞാൻ ഇങ്ങോട്ട് അയക്കില്ല. ചേച്ചി എന്നോടൊന്നിച്ച് ജീവിക്കും. വരൂ ചേച്ചി, എഴുന്നേക്കൂ, വരൂ. ഞാനിതൊക്കെ ഒന്ന് മാറി ഉടുത്തിട്ട് വരാൻ സുമിത്രേ. വേണ്ട, ഇതൊക്കെ മതി. മാറി ഉടുക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ട്. എന്റെ വസ്ത്രങ്ങളൊക്കെ ചേച്ചിക്കും ചേരും. വരൂ. നശിച്ച സ്ത്രീയാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഒന്നും പറയല്ലേ വാസന്തി, എനിക്ക് ആ കൂടെ തിളച്ചു വരുന്നുണ്ട്.
മുത്തശ്ശിക്ക് ഡാഡി കാശ് ഒന്നും കൊടുത്തില്ലല്ലോ. നമുക്ക് നിക്ഷേപ കുടുക്ക പൊട്ടിച്ച് അതിലുള്ള കാശ് മുത്തശ്ശിക്ക് കൊണ്ടുപോയി കൊടുക്കാം. കൊടുക്കാം, വാ. മറ്റേതും പൊട്ടിച്ച്. ഇത് പൊട്ടിക്കണ്ടോ? എന്താ എന്താ മകളെ? മുത്തശ്ശി എന്താ ഞങ്ങളോട് പറയാതെ പോന്നത്? അത് അച്ഛനും അമ്മയും മുത്തശ്ശി വഴക്കു പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. ഇന്ന മുത്തശ്ശി എന്താ ഇത്? രൂപ. എന്തിനാ മക്കളെ ഇത്? അച്ഛൻ രൂപ തന്നില്ലല്ലോ. മുത്തശ്ശിക്ക് കന്യാകുമാരി പോണ്ടേ? എവിടുന്നായി രൂപ? ഞങ്ങളുടെ നിക്ഷേപ കുടിക്കാൻ എടുത്തതാ. ഇത് മക്കള് കൊണ്ടിന്ന് നിക്ഷേപ കുടുക്ക തന്നെ ഇട്ടേക്ക്. മുത്തശ്ശിക്ക് പോകാൻ വേറെ രൂപയുണ്ട്. നിക്ഷേപ കുടുക്ക ഞങ്ങൾ പൊട്ടിച്ചു കളഞ്ഞല്ലോ. അങ്ങനെ രൂപ എടുത്തത്. വാങ്ങിക്കോ മുത്തശ്ശി. മുത്തശ്ശി മേടിക്ക്. ആ രൂപ വാങ്ങിക്കണം ചേച്ചി. സ്വന്തം അമ്മയുടെ ശാപം അവരുടെ അച്ഛന് കിട്ടാതിരിക്കട്ടെ. വാങ്ങിച്ചോളൂ ചേച്ചി. എന്റെ മക്കളെ, ഇതിനിടയ്ക്ക് പിള്ളേരവിടെ പോയി നാശമായല്ലോ. ആ എനിക്കെങ്ങനെ അറിയാം? ഇവിടെ ഉണ്ടായിരുന്നു. അപ്പുറത്തെങ്ങനെ കളിക്കാൻ പോയതായിരിക്കും. ആ വരുന്നുണ്ടല്ലോ. ഇവിടെ വാ. എവിടെ പോടാ? എവിടെ പോയിരുന്നാ ചോദിച്ചത്? ഞങ്ങൾ മുത്തശ്ശിക്ക് രൂപ കൊടുക്കാൻ പോയതാ. മുത്തശ്ശിക്ക് രൂപ കൊടുക്കാനോ? എന്തിന്? ഒന്നും കൊടുക്കാതില്ലേ മുത്തശ്ശി പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ നിക്ഷേപ കുടുക്ക പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന രൂപ എല്ലാം എടുത്തുകൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് വാങ്ങിച്ചോ? വാങ്ങിച്ചു. അവരിപ്പോ എവിടെയുണ്ട്? ബസ്സിനകത്ത് നിപ്പുണ്ട്. നിങ്ങളകത്ത് പോ. കുട്ടികൾ നമ്മളെ തോപ്പിച്ചു കളഞ്ഞല്ലോ വാസന്തി. ഓ, കുട്ടികളും കൊള്ളാം, വലിയവരും കൊള്ളാം. നമ്മൾ ചെയ്ത് ഒട്ടും ശരിയായില്ല. എന്തെങ്കിലും കൊടുത്തയക്കേണ്ടതായിരുന്നു അല്ലേ? എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അത്ര വലിയ ദണ്ണമായി പോയെങ്കിൽ കൊണ്ട് കൊടുക്ക്. വടക്കോട്ടേക്ക് ബസ് വല്ലതും പോയോ? പോയല്ലോ. എന്താ സാറേ? എന്റെ അമ്മ അവരും മറ്റോ സ്ത്രീയും കൂടി ആ വണ്ടി കയറി പോകുന്നുണ്ടല്ലോ. ഓഹോ. ആരാ? എന്ത് വേണം? അയാളെവിടെ? അയാളെ ഇപ്പൊ ഞങ്ങൾക്ക് വേണം. അയാളോ? അതെ, അയാള് തന്നെ. അയാളെ കൂടെ ഞങ്ങൾ പോകൂ. ആരാ നിങ്ങൾക്ക് വേണ്ടത്? അയാളല്ലേ ആ മറ്റിടത്ത് ഗോവിന്ദൻ? മറ്റിടത്ത് ഗോവിന്ദൻ ആശാനെ, ഭജന ഗോവിന്ദൻ. അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ അതോ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടുന്നോ? ഇപ്പോഴറിയണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് രൂപ വേണം. 250 രൂപ. 250. എന്തിന്? ഞാൻ അന്തസ്സായിട്ടൊരു ചീട്ടളി ക്ലബ്ബ് നടത്തുന്നവനാണ്. അന്തസ്സുള്ളവർ മാത്രമേ വന്ന് കളിക്കാറുള്ളൂ. നിങ്ങളുടെ അച്ഛനോട് വന്ന് കളിച്ച് തോറ്റു. കൈ കാശില്ല. അവസാനം ഞങ്ങളുടെ ജാമ്യത്തിലാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് കടക്കത്തുമില്ല, പൈസ കൊടുക്കത്തുമില്ല. ഇന്ന് പൈസ മേടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. കേരളത്തെ ആശാനെ. ഇവിടെ വാടാ. ആർക്കാടാ രൂപ വേണ്ടത്? ധൈര്യമുള്ള മുന്നോട്ട് വാടാ. മര്യാദയ്ക്ക് രൂപ തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോര പ്രണയമായിരിക്കും. കളിച്ചു തൊട്ട് രൂപയാണ് ചോദിച്ചത്. തരാത്ത മടി എന്താ? തരാൻ മനസ്സില്ലടാ. നിനക്ക് മേടിക്കാവോ? മേടിക്കും. അച്ഛൻ കളിച്ചു തോറ്റോ? തോറ്റു. ഇവര് ജാമ്യം നിന്നോ? നിന്നു. രൂപ കൊടുത്തോ? ഇല്ല. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇല്ല. 250 രൂപയല്ലേ, ഞാൻ തരാം. വേണ്ട മോളെ, ഇത് ചീട്ടുകളിയാണ്. ചിലപ്പോ തോക്കും, ചിലപ്പോ ജയിക്കും. അത് വീട്ടിൽ കയറി ഒന്ന് കത്തി കാണിക്കുന്നത് എവിടുത്തെ മര്യാദയാ? കത്തി കാണിക്കുക മാത്രമല്ല, ചിലപ്പോ ചങ്കിന് കയറ്റി തരുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട. രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ?
എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നിന്റെ ഒക്കെ ഭാഗ്യമാ. അത് ശരിയാ, അല്ലെങ്കിൽ ശവം ചോക്കേണ്ടി ആരുടെ? നിന്റെ അയ്യോ ഇതാ അങ്ങോട്ട് കൊടുത്തേക്ക്. അത് വേണ്ട, കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം. നീ വാടാ. വേണ്ട, അച്ഛൻ എന്തിനു വെളിയിലേക്കൊന്നും പോകണ്ട. ഒന്ന് ചുമ്മാതിരി മോളെ. എന്റെ അച്ഛൻ ഒറ്റ കുത്തിന് 4 ആളെ കൊന്നിട്ടുള്ളവനാ. ഇവന്മാരെന്നെ എന്തോ ചെയ്യാനാ? വേണമെങ്കിൽ വാടാ.